ഹേ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു സുഹൃത്തുക്കളെ. അപ്പം ഈ കൊല്ലം നമുക്ക് വിഷു ആഘോഷമൊന്നുമില്ല. അപ്പം നമ്മളിതേ പാരാത്രിയായി. അപ്പം നമ്മൾ ചുമ്മാ വിചാരിച്ചു, ചുമ്മാ രാവിലെ തൊട്ടിന്ന് ഒരു പരിപാടിയില്ല, നമ്മളിങ്ങനെ മിനിമിനെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണില്ലേ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ വിഷു ആഘോഷങ്ങളൊക്കെ? എല്ലാവരും അത്തപ്പൂക്കളോ എന്തൊരു പറയണ, അല്ലെങ്കിൽ വിഷു കണികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരും സിനിമയുടെ ടിവിയുടെ മുമ്പിലായിരുന്നു ഒരു സമയത്ത്. എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ പിന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി കൈനീട്ടം മസ്റ്റ്. എത്ര രൂപ കിട്ടി? എല്ലാവർക്കും കിട്ടിയോ കൈനീട്ടമൊക്കെ? കൈനീട്ടം മസ്റ്റാണ് കേട്ടോ, സത്യം. കൈനീട്ടം എനിക്കൊക്കെ അന്നൊക്കെ ഈ 101 രൂപ 501 രൂപയൊക്കെയാണ് നമുക്ക് കൈനീട്ടം കിട്ടാറുള്ളത്. 500 തരാറുണ്ടോ ചായ്? അത് അറിയാറ് കുറച്ചായി ടൈമിലാണ് നമുക്ക് 500 തരുന്നത്. കുഞ്ഞിലെ 101 51 രൂപ 101 രൂപ അതൊക്കെ ആയിരുന്നു. പക്ഷെ അറിയാറായി നമ്മൾ +2 കുറച്ചൊന്ന് ചിലവാക്കാറൊക്കെ ആയപ്പോൾ നമുക്ക് 501 രൂപയൊക്കെ ആയിരുന്നു തരുന്നത്. എനക്ക് എത്ര രൂപ തരുന്നത്? കുഞ്ഞിലെ 100 രൂപയൊക്കെ തരും. പിന്നെ കുഞ്ഞിലെ നമ്മൾ പോകും, താഴെ വല്യമ്മയുടെ വീട്ടിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് അമ്മൂമ്മയുടെ അടുത്ത് പോകും. 10-20 കിട്ടിയാലും സന്തോഷമില്ല, കളക്ഷനാ. എന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി, നിങ്ങൾക്ക് കൂടുതലാണ് കിട്ടിയത്, എനിക്കാണോ കൂടുതൽ കിട്ടിയത്, അങ്ങനത്തെ കമ്പാരിസനോട്. ഇന്ന് അമ്പൂട്ടന് നമ്മൾ കൈനീട്ടം കൊടുത്തു. കാരണം അമ്പൂട്ടൻ്റെ ആദ്യത്തെ വിഷു അല്ലേ. അപ്പം നമ്മൾ അമ്പൂട്ടന് മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുത്തു. നിനക്ക് കൈനീട്ടം തന്നില്ലയോ? ഇനി എന്തിനാ ഈ വിഷമം? അമ്പൂട്ടന് പല്ല് വരുന്ന കേട്ടോ. അമ്പൂട്ടന് പല്ല് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഈർച്ചയുടെ ഭയങ്കര തരിതരിപ്പാണ്. അതിൻ്റെ ഭയങ്കര അങ്ങ് അലറക്കുവാ അവിടെ ഇപ്പോൾ രാത്രി. അപ്പോൾ നിങ്ങളെ വിഷു എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ബിലോ സുഹൃത്തുക്കളെ. ഹാപ്പി വിഷു. ഇന്ന് മൊത്തം മൂഡ് ഔട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൊറിയൻ നൂഡിൽസ് അല്ലല്ല, ഇതിനൊക്കെ കൊറിയൻ കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പം ലെറ്റ്സ് ഗോ, നമുക്ക് അടുക്കളയിലോട്ട് പോകാം. എനിക്ക് നോർമൽ നൂഡിൽസ്, മൃദുലയ്ക്ക് കൊറിയൻ നൂഡിൽസ്. ഇതൊരു ചലഞ്ചായിട്ട് കേട്ടിട്ട് മൃദുലേ, നമ്മൾ സ്പൈസി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളല്ലേ. ബൈ ദ ബൈ, നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളെ. കൊണിയൻ എനിക്ക് കൊണിയൻ നൂഡിൽസ്. കൈനീട്ടമൊക്കെ എത്ര രൂപ വെച്ച് കിട്ടി എല്ലാവർക്കും? കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ കൈനീട്ടമൊക്കെ എത്ര കിട്ടിയെന്ന് അല്ലേ. അമ്പൂട്ടന് 51 രൂപ 52 51 1 രൂപ വെച്ചാണ് കൊടുക്കാനുള്ളത്. നീ 2 രൂപ വെച്ച് കൊടുത്തോ? ഓ അങ്ങനെ. ഞാൻ 1 രൂപ കൊടുത്തത് അമ്പൂട്ടന്. ഇപ്പം അത്രയും മതി കേട്ടോ. 1 രൂപ തന്നെ നിനക്ക് ധാരാളം പൈസ ഉണ്ടല്ലോ. 50 രൂപ കൈ ചുരുട്ടി പിടിച്ചിട്ട് വിടണില്ല കൈ. ഇത് ചുരുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, വിടണില്ല ഇല്ലേ അമ്പൂട്ടാ? അയ്യോ അമ്പൂട്ട എൻ്റെ കയ്യിരിക്കുമ്പോൾ എന്തോ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു നോക്കിയാണ്. അവ അച്ഛമ്മോൻ കണ്ട, ഒരു നിശബ്ദത അലപ്പില്ല, കരച്ചില്ല. ഇത്ര നേരം ഭയങ്കര നിർബന്ധമായിരുന്നു. അതൊക്കെ അമ്പൂട്ടൻ നമ്മളെടുത്തിരിക്കണം ഇല്ലേ അമ്പൂട്ടാ? ഇല്ല അച്ഛമ്മോനല്ലേ, ഇങ്ങോട്ട് നോക്കി പറ. പിന്നെ അങ്ങനൊന്നുമില്ല ഗൈസ്, എൻ്റെ അടുത്ത് വേണമെങ്കിരുന്നോളൂ. ഇങ്ങോട്ട് നോക്കാം അമ്പൂട്ടാ. അങ്ങനെയാണോ? അപ്പൊ ഇങ്ങോട്ട് നോക്കൂ. നോക്കി ഞാൻ എപ്പോഴും അച്ഛൻ്റെ കുടുകുടു എന്തെന്ന് ചോദിക്കുന്നത്. അപ്പം മിക്കവാറും അച്ഛാന്ന് വിളിക്കുന്നതിന് മുമ്പ് കുടുകുടു എന്ന് വിളിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എപ്പോൾ ഞാൻ അവനെ കുടുകുടു അത് ശീലമായിപ്പോയി. അത് നീ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, അത് ശീലമായിപ്പോയി കഴിച്ച് കുടുകുടു എന്ത് ചെയ്യുന്നു. പക്ഷെ അത് കേൾക്കുമ്പോഴേ അത് ചിരിക്കത്തുള്ളൂ, അതല്ലേ. സ്പൈസി നൂഡിൽസ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു ഇവിടെ അടുത്ത്. ഇത് ഇഷ്ടം കേട്ടോ ഇങ്ങനെ കാണിക്കുന്നേ. ഓ ചെവിതെല്ലാം കേൾപ്പിക്കും നീ എന്നെ ഇവിടെ. ആമ്പു കണ്ടോ ഇഷ്ടം ഇത്. ഓരോരോ എൻ്റർടൈൻമെൻറ്റുകൾ, ഇതൊക്കെയാണ് അമ്പൂട്ടൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഗൈസ്. തിരുവാതിര കഴിഞ്ഞാ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് പറയാമ്പൂ. അപ്പു ഇനി എന്നാണോ എന്തോ അമ്പൂട്ടൻ ഇത് പറയുന്നത്, എന്തോ ഹലോ ഗൈസ് ഒക്കെ പറയുന്നത്. ബ്ലൂം അച്ഛൻ എപ്പോഴും അവനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുമായിരുന്നല്ലേ ബ്ലൂം അല്ലേ. ഇന്ന് വിഷുവായിട്ട് മൃദുല ഇന്ന് രാവിലെ
പണ്ട് അവളെ അച്ഛൻ കഴിഞ്ഞ വർഷം അടി കഴിഞ്ഞ വർഷം വിഷു ആഘോഷിച്ചില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ ചേച്ചി ഒരുപാട് അങ്ങനെ ആഘോഷിച്ചില്ല, വെച്ച് കണി കണ്ടതേ ഉള്ളൂ. അതിന് മുമ്പത്തെ വർഷം ഭയങ്കരമായിട്ട് ഒരുക്കിയായിരുന്നു കൃഷ്ണനൊക്കെ വെച്ച്. അതിന്റെ അന്ന് അച്ഛൻ തന്നെ എടുത്ത വീഡിയോ. അത് എല്ലാ പ്രാവശ്യവും അച്ഛൻ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും തലേനെ. എന്നിട്ട് കുളിച്ച് വിളക്ക് എത്തിച്ച് അച്ഛനെ കണ്ണുകുത്തി, അമ്മയെ വരെ ആയാലും കണ്ണുകുത്തി കൊണ്ടുവന്ന് കണി കാണിക്കുന്നത് ഞങ്ങളെല്ലാരെയും. എന്നിട്ട് കൈനീട്ടം തരും. അങ്ങനെ ആ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം അച്ഛൻ അയച്ചു തന്നു. അത് ഞാൻ ഇന്ന് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. കറക്റ്റ് ആ വാട്സപ്പിൽ കിടക്കുമല്ലോ. 2024 ഏപ്രിൽ 14 അച്ഛൻ ആ വീഡിയോ അയച്ചു തന്നു. അമ്പൂട്ട ഉറങ്ങി കേട്ടാ. അമ്പൂട്ട ഇപ്പം മൃദുല പറയാം അമ്പൂട്ടൻ കറവക്കാരനാണ്. അമ്പൂട്ടൻ ഇങ്ങനെ കൈ വെച്ച് എങ്ങനെ അവനെ എപ്പോഴും നമ്മളെ ഇങ്ങനെ ആവല് പാല് കുടിക്കുമ്പോൾ ചിലപ്പം കയ്യിൽ നിന്നുകൊണ്ട് നല്ല അമുക്കിയും തരുമോ, ഞെരടിയും തരും. നമ്മളെ കയ്യിൽ ഇങ്ങനെ കളിയാ ചുമ്മാ ഇരുന്നാലും അവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അവനെ ഇങ്ങനെ എടുക്കുമ്പോ നമ്മുടെ എന്റെ പുറകിലായാലും അവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് മാക്സിമം ഫുഡ് കഴിക്കാൻ ഒരു ക്യാരറ്റ് ഒക്കെ കൊണ്ടാണ് ഒരു ദിവസം ഇരിക്കുന്നത്. നിങ്ങൾ മൃദുലെ കണ്ടിട്ടുണ്ടോ ഉണങ്ങി മൊട്ട തിരിഞ്ഞാണ് ഇരുന്നത്. ഇതില്ല, ക്യാരറ്റ് മാത്രമല്ല, രാവിലെ ക്യാരറ്റ് ആണെങ്കിൽ ഉച്ചയ്ക്ക് പഴം, രാത്രി ആപ്പിൾ. ആ ടൈമിലൊക്കെ ഞാനും സത്യം പറഞ്ഞാൽ എന്നെക്കാട്ടി മുമ്പേ ഏൺ ചെയ്ത് തുടങ്ങിയത് മൃദുല കേട്ടോ. കാരണം ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ച്, അതായത് നമ്മളെ ഏവിയേഷനൊക്കെ പഠിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഏൺ ചെയ്യുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ആ ടൈമിൽ എവള് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് എവള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എവള് ചെറിയ ഈ സ്കൂളിലൊക്കെ പോവുകയും അതിൻ്റെ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടായിരുന്നു. അന്ന് ലക്ഷറി ആയിരുന്നു മൃദുല. പക്ഷെ എങ്കിൽ പോലും ഇവള് ഫുഡ് വെച്ച് കഴിക്കത്തില്ല. നക്കി എന്നൊക്കെ പറഞ്ഞാൽ നക്കി നക്കി. ഞാൻ ഇങ്ങനെ ഇരുന്നേ അതിന് വേണ്ടിയായിരുന്നു. അയ്യോ കഴിഞ്ഞോ. പിന്നെ ഗൈസ് നമ്മുടെ ചെടികളെല്ലാം പോയി കേട്ടോ. നമ്മുടെ ഊട്ടി ചെടി എല്ലാം പോയി. എന്തൊക്കെയായിരുന്നു ഒരിടയ്ക്ക്. ഇനി എനിക്കറിയത്തില്ല ഇനി ഇത് കംബാക്ക് ആയിട്ട് തിരിച്ചു വരാമെന്ന്. നമ്മുടെ ഊട്ടിയിലെത്താൻ വീട്ടിലെ എല്ലാ പോട്ടുകളും ഇപ്പം വെറുതെ ഇരിപ്പാണ് പരിപാടി. ഇതാണ്ട് ഇതൊരെണ്ണം പോയിട്ടോ. ഒരെണ്ണം ഇതിനകത്തിരുന്നൊരു ചെടി വാടിപ്പോയി. പിന്നെ ഗൈസ് നമ്മുടെ CC പ്ലാന്റ് അതിൻ്റെയും അറ്റമൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. ഈ പോട്ടിലിരുന്ന ചെടി പോയി, ഇതിനകത്തിരുന്ന ചെടി പോയി, ഇതിലിരുന്ന ചെടി കരിഞ്ഞു പോയി എന്ന് പറയണ്ട ഗൈസ്. നമ്മുടെ ഒട്ടുമിക്ക ചെടികളുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. വേറെ കണ്ടോ ലുക്ക് അറ്റ് ദാറ്റ്. ഇത് പോയി. 2 ദിവസം മുമ്പ് വേറൊരു സാധനവും പോയി. ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടോ, ഇത് മൃദുല വെള്ളം തോനെ ഒഴിച്ചതാ. കണ്ടോ, ഇത് പോയി, എല്ലാം പോയി. സമാധാനമായി. ഏതാണ്ട് 10,000 രൂപയുടെ ചെടി പാടി പോയിട്ടുണ്ട്. കേട്ടല്ലേ, ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ചെടി. നമ്മളെ TV യൂണിറ്റിന്റെ അവിടെ വെച്ചിരുന്ന ചെടികൾ. TV യൂണിറ്റിന്റെ അവിടെ വെച്ചിരുന്നതാണ്ട ഈ ചെടി, ഈ ചെടി എല്ലാം പോയി. ഇതിന് കുറച്ച് ജീവനുണ്ട്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് കയറി വരുമെന്ന്. ഇനിയും പോയി. സ്നേക്ക് പ്ലാന്റ് വലുത് ചെടികളൊന്നും പോയിട്ടില്ല. ഇനി അതിലും എനിക്ക് വിഷമം. ഈ ചെടിക്ക് 1200 രൂപ 1000 രൂപ അടുപ്പിച്ച് എന്തോ ആയി ഗൈസ്. നമ്മുടെ മോൺസ്റ്റർ ചെടി അതും പോയി. അതിൻ്റെ നാണ്ട ഇലയെല്ലാം കരിഞ്ഞ് കഥാകുക. സ്മെല്ല് കൊള്ളത്തില്ല. സോസ് ചോരയോ ചോര ഈ കളറിൽ പോകും. ഞാൻ പറഞ്ഞത് ഒഴിക്കായിരുന്നു. അല്ല, ആ സാധനത്തിൽ ഇട്ട് ഉപ്പ് ഇച്ചിരി സ്പൈസി നൂഡിൽസ് ഒഴിക്കട്ടാ. ഓ മാൻ, കളർ നോക്ക് ഗൈസ്. കളർ ബ്യൂട്ടിഫുൾ. ഇത് നോർമൽ മാഗി, ഇത് സ്പൈസി മാഗി. സത്യം ഇല്ല, ഇതിന്റെ സ്മെല്ല് ഒരുമാതിരി ഇല്ല മൃദുലേ. ഭയങ്കര സ്മെല്ല്. ഇത് അതിന്റെ ഒരു ഫ്ലാഗ്, ഇത് ഒരു പൊരുവരുത്ത സാധനം. അതിന് ഇതിനകത്താണ് കേട്ടോ സ്പൈസി എനിക്ക് തോന്നുന്നു. ഇതിടണോ? അതിന്റെ ഓണാക്ക്. ഭയങ്കര വലിയ നൂഡിൽസ് അല്ലേ ഇത്. ഞാൻ പറയുന്നത് ഈ വെള്ളം ഊറ്റി കളഞ്ഞാലോ. എന്തോടി മൃദുല ഇത്? മിക്സഡ് ഫ്രൂട്ട്. ഇതെല്ലാം അഴുക്ക് വെള്ളങ്ങളൊക്കെ ഇരിക്കുന്നത്. റോയ മിക്സഡ് ഫ്രൂട്ട് വേണ്ടേ? വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ സാധനത്തിന് വലിയ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഐറ്റംസ് ആണെന്ന് പറയുന്നുണ്ട്. റോ ഇതാണ് നമ്മളെപ്പോഴും ഇവിടെ വീട്ടിൽ വാങ്ങുന്ന ഒരു ജ്യൂസ്. ഇത് എല്ലാത്തിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫ്രൂട്ടി അങ്ങനത്തെ സാധനത്തിനെക്കാട്ടി ഇത് കൊള്ളാമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമ്പനി ചെയ്യണേ. ന്യൂട്രീഷൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു സാധനം വായിച്ചിട്ട് അതിനെ എല്ലാ കമ്പനിയിലും റോസ്റ്റ് ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. പക്ഷെ നല്ല കോണ്ടന്റ് കേട്ടോ ആ ചേട്ടൻ്റെ. ഞാൻ ആ വീഡിയോ കാണാറുണ്ട്. പക്ഷെ ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ സാധനം അങ്ങനെ ഉണ്ട്, കൊള്ളാമോ ഈ സാധനം? ഇത് കാണാൻ ലുക്കില്ലെങ്കിലും അങ്ങനെ കൊള്ളാം. മാഗി ഉണ്ടാക്കുമ്പോഴേ എനിക്ക് കുറച്ച് വെള്ളം കണക്കിരിക്കുന്ന ഇഷ്ടം. വെള്ളം കൂടിയോ?
ഏട്ടന് വെള്ളമാണോ ഇഷ്ടം? അപ്പൊ ശരി ബായ്, ഞാൻ ഇത് എടുക്കുവാ, നീ ഇതെടുത്തോ. അയ്യടി ഇതാ അയ്യോ ഇതിലും വെള്ളമുണ്ട്, അതില് അത് മഴവെള്ളമാ. മഴവെള്ളോ? ഈ വെള്ളം മൊത്തം ഒഴിക്കട്ടോ. എവിടെ എന്തോ വെള്ളം ആക്കി വെച്ചേക്കുന്നു, സാമ്പാർ ആക്കി വെച്ചേക്കുന്നു. അത് വലുതാവണ്ട, അത് വലുതല്ലേ വേവണ്ടേ, അതുപോലെ നമ്മുടെ ഗ്യാസിലേ. സെറ്റ്. ഇത്രയും വലുതല്ലേ ഏട്ടനോട് തിന്നാം. സ്പൈസി നൂഡിൽസ് ഞാൻ ടേസ്റ്റ് നോക്കണേ ഗൈസ്. നമ്മൾ കുറേ വെള്ളം ഊറ്റി കളഞ്ഞേട്ടാ, അപ്പൊ ആ വെള്ളം കൂടെ എല്ലാം ഉണ്ട്. സാധാരണ സ്പൈസി നൂഡിൽസിന് അത്ര കളറില്ലേ. അപ്പൊ ബാക്കി വെള്ളം കൊണ്ടുണ്ടായിരുന്നു നമ്മൾ തീർന്നു. എന്താ ഇടുന്നത് ഭയങ്കര. അയ്യോ അതെ, ഈ എരി എന്ന് പറയുന്നത് നാക്കിലങ്ങ് കിടക്കുന്നില്ലേ, ഇത്രയും ചൂട് കുടിച്ചിട്ട് നാക്കിലങ്ങ് പെരുക്കുന്നു, വെള്ളം ഒലിക്കുന്നു വായിക്കൂടെ. ഇത് മാറ്റി കേട്ടോ, ഇത് കഴിച്ചുകൂടാ, അൺഹെൽത്തിയാ. ഇത് കഴിക്കാം. ചലഞ്ച് ഉണ്ടോ? ഞാൻ ആ നൂഡിൽസ് മൊത്തം തിന്നാൻ എനിക്ക് എന്ത് വരും? എനിക്ക് എടുത്തോണ്ട് ആശുപത്രി പോകുമ്പോൾ വയ്യ, തിന്നണ്ട. കുഞ്ഞിന് പാല കൊടുക്കാനുള്ള, തിന്നില്ലാന്ന് ഞാൻ തിന്നേനെ. കുഞ്ഞിന് ഫീഡാതെ ചെയ്യാനുള്ള, അല്ലെങ്കിൽ കഴിക്കാന്. നമ്മൾ അതുകൊണ്ട് ഇപ്പം ഈറ്റിംഗ് ചലഞ്ച് അങ്ങനെ ഒന്നും ചെയ്യാത്തത്. കാരണം ഇപ്പം നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് അൺഹെൽത്തി എന്ന് പറഞ്ഞിട്ട് മാഗി കുത്തിരി തിന്നുന്നത്. മാഗി സത്യം പറയാൻ കേസ് നമ്മൾ എത്ര കുറേ മാസമായി ഇത്ര നേരെ ഒരു മൂകതയായിട്ടിരുന്നില്ലേ, വ്ളോഗ് എടുത്ത് വെച്ചിട്ട് ആക്റ്റീവായി കട്ടിലൊക്കെ നമ്മൾ ആ റൂമിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെങ്കിൽ എന്തോ ഒരു മൂകത, ഒരു കാരണം ഒന്നതായിരുന്നു ഒരു വിഷു കൂടി ആയോണ്ടേ. ഇങ്ങനെ രാവിലത്തെ ഒരു ഫോൺ, ഇൻസ്റ്റാഗ്രാം, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഇന്നൊരു ഷോർട്സ് ഇട്ടേ, അത് എല്ലാവരും വിചാരിച്ചു നമ്മൾ ഇന്ന് വിഷുവിന് എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ മൊത്തം ഹാപ്പി വിഷു, പക്ഷെ നമ്മളത് പൊങ്കാലയുടെ അന്ന് എടുത്തതാണ്. എനിക്ക് ഇങ്ങനെ തോന്നും, നമ്മളിങ്ങനെ തോണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ നമ്മുടെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാണല്ലോ. പക്ഷെ കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നാണ് ഞാൻ പിന്നെ ഇതും കൂടെ അങ്ങനെ മണിക്കൂറുകളോളം പണ്ടിരിക്കുമായിരുന്നു ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്. യൂട്യൂബ് കാണും കേട്ടോ, യൂട്യൂബിൽ എല്ലാ വീഡിയോസും കാണും, അത് കാണും. ഞാൻ ഒരു ഏത്തപ്പഴം കഴിക്കുക. ഇതാരും നീ മതി. നിങ്ങൾ വിചാരിക്കുക എൻ്റെ വയറ്റിൽ ഗുണാക്കേ വേണോ? ഇത് കഴിച്ചില്ല, ഇത് മൊത്തം ഞാനാ കഴിച്ചേ. അനുഭവനെ കണ്ടോ? അയ്യോ കണ്ണൂർ ഞാൻ നോക്കി തമ്പുരാനെ തകർന്നു. മക്കളെ സോറിടാ, ഉടനെ ചെറുക്ക് ചെറിയൊരു അരപ്പ് കേട്ടാൽ കേട്ടോ, അപ്പോഴേ പറഞ്ഞു എന്തതിലേ കരയല്ലേടാ അമ്പുവേ പൊന്നെ. ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ഗൈസ്. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ ഇതുപോലുള്ള കുട്ടി വിശേഷങ്ങളൊക്കെ ഈ ചാനൽ വരുന്നത് കേട്ടോ. ഇല്ലേ അമ്പൂട്ടാ? ഞാൻ ഉണത്തി ഞാൻ പാത്രം കഴിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് താണ്ട് കിടക്കുന്നു, ഉണന്ന് കിടക്കുന്നു. അപ്പോൾ ഗൈസ് അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് ഇന്നേക്ക് ഒരു മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു പറ. ഞങ്ങൾ ഉടങ്ങാൻ പോവാ. രണ്ടാമത്തെ ഉറക്കം. ഇച്ചിരിയെങ്കിലും ഉറക്കം വന്ന് ഇച്ചിരിയെങ്കിലും ഉറങ്ങിയതുകൊണ്ട് ചിരിക്കുന്നു. നേരത്തെ ചിരിച്ചില്ലല്ലോ. ഉറങ്ങണമെന്ന് തോന്നി അവൻ ഉറങ്ങണം. ഇച്ചിരിയാലും ഉറങ്ങിയാൽ മതി, 1 മിനിറ്റ് ആയാലും അവൻ ഉറങ്ങിയാൽ മതി. അതുമല്ല അവന് കിടക്കണം, ചില നേരം അവന് കിടക്കണോ തോന്നി കഴിഞ്ഞാൽ എവിടെ ആയാലും ഇത് കിടന്നാ മതി. ഹാപ്പി വിഷു. അയ്യടാ അത്രേ ഉള്ളൂ. സ്പൈസി നൂഡിൽസ് തിന്നു കഴിഞ്ഞു, മടുത്ത്, ഇനി മേലെ ട്രൈ ചെയ്യത്തില്ല. നിങ്ങളും ആരും ട്രൈ ചെയ്യരുത് കേട്ടോ, സാധനം വേസ്റ്റ് ആണ്. ടേസ്റ്റ് ഒന്നുമില്ല. എരി ചില ഫുഡ് നമുക്ക് എരി മാത്രമാണെങ്കിലും കഴിക്കാൻ പറ്റും അല്ലേ? ഞാൻ ഇതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ? അയ്യോ ശരിയാട്ടോ, ഇനി നാറ്റം കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ല. ഉമ്മക്ക് എല്ലാവർക്കും